നമസ്കാരം കൂട്ടുകാരെ, പാപ്പൻ ട്രേഡേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കട്ട് ഓഫ് മെഷീനാണ്. ഗ്ലോബൽ പവറിന്റെ GP1355 എന്നുള്ള മോഡലാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് നമ്മുടെ ഈ കട്ട് ഓഫ് മെഷീൻ ഉപയോഗിക്കുന്നത് പ്രൊഫഷണലായിട്ട്, അതായത് കൺസ്ട്രക്ഷൻ മേഖലകളിലാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. കമ്പി കണ്ടിക്കാൻ, ഒരുപാട് വണ്ണമുള്ള പൈപ്പുകൾ ഇതൊക്കെ കണ്ടിക്കാനാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് മെഷീന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് നോക്കാം. ഇത് ഒരു ഹെവി ഡ്യൂട്ടി മെഷീനാണ്. ഇതിന്റെ വാട്ട്സ് വരുന്നത് 2300 വാട്ട്സ് ആണ്. അതുപോലെ തന്നെ 13000 ആണ് ഇതിന്റെ RPM വരുന്നത്. അതുകൊണ്ട് തന്നെ ഹെവി വർക്കിന് നമുക്ക് സ്യൂട്ടബിൾ ആണ്. ഇനി നമുക്ക് മെഷീന്റെ പാർട്സുകളിലേക്ക് പോകാം. ഇതാണ് മെഷീന്റെ ബ്ലേഡ് ഇടുന്ന ഭാഗം. ഇതാണ് ഇതിന്റെ ഷീൽഡ്. ഇതാണ് ഇതിന്റെ ഓൺ ഓഫ് സ്വിച്ച്. ഇത് ഓൺ ഓഫ് സ്വിച്ച് ആണ്. അതുപോലെ ഇത് രണ്ടും ഇത് കാർബൺ ബ്രഷ് മാറാനുള്ള സ്ഥലമാണ്. അതുപോലെ ഇതാണ് ഇതിന്റെ നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് നമ്മൾ മെഷീൻ ലോക്ക് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ ഉപയോഗിക്കേണ്ട ആവശ്യം വരുമ്പോൾ നമ്മൾ ഈ ലോക്ക് ഇങ്ങനെ എടുക്കുക, മെഷീൻ ഇങ്ങനെ മുകളിലേക്ക് പോകുന്നതും. ഇതാണ് മെഷീന്റെ വൈസ്. ഇതാണ്. അപ്പൊ ഇത് ഈ വൈസ് നമ്മൾ മെഷീൻ എന്തെങ്കിലും സാധനം കണ്ടിക്കുന്ന സമയത്ത് നമുക്കിത് വെച്ച് ടൈറ്റ് ചെയ്യാനുള്ള ഒരു ഇതാണ്. ഇതുപോലെ വെക്കുക, ഇങ്ങനെ ടൈറ്റ് ചെയ്യണം. ഇങ്ങനെ ടൈറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ കണ്ടിക്കുക. ഇതിന്റെ കട്ടിംഗ് ബ്ലേഡ് 335 mm ആണ് വരുന്നത്. അതുപോലെ തന്നെ അതായത് 14 ഇഞ്ച് കട്ടിംഗ് ബ്ലേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ ബ്ലേഡ് ഈ മെഷീനകത്ത് എങ്ങനെ ഇടാമെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ബ്ലേഡ് തന്നെ ആദ്യം നമുക്ക് ഇവിടെ നിന്ന് ഊരിയെടുക്കാം. ഊരിയെടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ താത്തി വെച്ചാലും മതി. ഞാൻ വീഡിയോ കറക്റ്റ് എടുക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഊരിയെടുക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പുറത്തെ ലോക്ക് ഉണ്ട്. ഈ ലോക്ക് നമ്മൾ ഇതുപോലെ ഇങ്ങനെ തള്ളി വെക്കാം. അതിനുശേഷം ഇതിവിടെ ലൂസാക്കാം. ഇങ്ങനെ 3 വാട്സാണ് വരുന്നത്. അത് ഇതൊരെണ്ണം, ഇതൊന്ന്, ഇത് 2, ഇത് 3. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ തിരിച്ചിടുക, വെട്ടലേക്ക് തിരിച്ചിടുക. രണ്ടാമത് നമ്മൾ ബ്ലേഡ് കയറ്റിയിടുക. ഇതുപോലെ കയറ്റിയിടുക. വീണ്ടും സെക്കൻഡ് വാഷർ നമ്മൾ ഈ വെട്ടലേക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് ഇടുക. അതിനുശേഷം തേർഡ് വാഷർ ഇടുക, ടൈറ്റ് ചെയ്യുക. ഇതുപോലെ തേർഡ് വാഷർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുക. ആദ്യമായിട്ട് നമുക്ക് ഈ പൈപ്പിന്റെ കഷ്ണം ഒന്ന് കണ്ടിച്ച് നോക്കാം. അപ്പൊ അതിനുവേണ്ടി ആദ്യം ഈ മെഷീന്റെ വൈസ് ലൂസ് ചെയ്യുക. ഇതുപോലെ എടുത്തിട്ട് ബാഗിലേക്ക് ലൂസ് ചെയ്യുക. നമ്മൾ ഇതിവിടെ നിന്നാണ് കണ്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ടൈറ്റ് ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങനെ ടൈറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ മെഷീൻ വെച്ച് എങ്ങനെയാണ് ഈ പീസ് കണ്ടിക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പീസ് രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ ഉപയോഗിക്കുമ്പോൾ സേഫ്റ്റി ഗ്ലാസ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.